ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നേറുകയാണ്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സാധ്യതകൾ? കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. LDF UDF കഴിഞ്ഞ നാളുകളത്ര ഈ നാട്ടിൽ ഭരിക്കുകയും ഈ നാട് മുടിക്കുകയും ചെയ്തവരാണെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം ഒരു മേൽഗതിയും ഉയർച്ചയും വളർച്ചയും വികാസവും ഈ നാടിനുണ്ടായിട്ടില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ വലിയ നേട്ടങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഏറ്റവും അറിയപ്പെടുന്നൊരു നഗരമാണ്. ഒരു വ്യാവസായിക വ്യാപാര വാണിജ്യ രംഗത്ത് അറിയപ്പെടുന്നൊരു നഗരമാണ്. പക്ഷേ എന്ത് വളർച്ചയുണ്ടായി? ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അവർ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, വ്യാപാര രംഗത്ത് ഒക്കെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി വരുമാനവും വർദ്ധിച്ചു. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല. കാരണം കാഴ്ചപ്പാടില്ല, ആസൂത്രണമില്ല, പദ്ധതിയില്ല. അതുകൊണ്ട് ഈ നാടിങ്ങനെയായി. പക്ഷേ വ്യക്തമായി NDAക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. ഈ നാടെങ്ങനെ ഉയരണം, വളരണം, വികസിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പദ്ധതിയുണ്ട്, നയരേഖകളുണ്ട്. കേന്ദ്രത്തിൽ മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ മോഡിയോടൊപ്പം സഞ്ചരിക്കുന്ന, മോഡിയോടൊപ്പം ചലിക്കുന്ന, മോഡിയോട് വിധേയത്വമുള്ള അല്ലെങ്കിൽ അനുഭാവമുള്ള ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവണം. അല്ലാതെ ഇപ്പോൾ മോഡി തരുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മോഡി തരുന്ന പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എന്താണ്? അവർക്ക് വികസനം ഉണ്ടാകണം, നാട് പുരോഗതി പ്രാപിക്കണം, അവരുടെ കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടണം, ഇവിടെ വ്യവസായങ്ങൾ വരണം ധാരാളം, ഇവിടെ വരുമാനം ഉണ്ടാകണം, നാട് പുരോഗതി പ്രാപിക്കണം, വളരണം, വികസിക്കണം. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ജനങ്ങൾക്ക് വേണ്ടത് ഉയർച്ചയാണ്. കുട്ടികൾ ഇവിടെ നിന്ന് ഇനി ഒരു തൊഴിൽ അന്വേഷിച്ച് പുറത്തു പോകാൻ പാടില്ല. ഇവിടെ തൊഴിൽ കിട്ടണം, ഇവിടെ ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ കിട്ടണം, ഇവിടത്തെ ആവശ്യത്തിന് എല്ലാ മാൻ പവറും ഇവിടെ കിട്ടണം. ഇതെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച്, പ്രതീക്ഷയ്ക്കനുസരിച്ച്, അവസരത്തിന് ഉയർന്ന് അത് നിറവേറ്റാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി അത് NDA മുന്നണിയാണ്. അത് മോഡി സർക്കാരിനോടൊപ്പം ചലിക്കുന്ന, മുന്നോട്ടേക്ക് പോകുന്ന മുന്നണിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ രാഹുൽ വിഷയം, അതേപോലെ ED നോട്ടീസ്, സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ BJPക്ക് അനുകൂലമാവോ ഇവിടെ? അവനല്ലോ BJPക്ക് അനുകൂലമായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം. ED പ്രത്യേക നോട്ടീസ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അഴിമതിയും ക്രമക്കേടും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാണ് ഈ സർക്കാർ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ED ഒരു വിഷയത്തിൽ വളരെ നാളുകളോളമായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. അത് ഓരോരോ സ്റ്റെപ്പ്, ഓരോ ഘട്ടം കടന്ന് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആണോ ഇപ്പോൾ ഈ പോലീസ് അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടത്? ഈ ഇലക്ഷൻ പ്രമാണിച്ചാണോ? അല്ലല്ലോ. ഒരു ക്രമക്കേട്, അഴിമതി, തട്ടിപ്പ്, കൊള്ള നടക്കുന്നു എന്ന് കണ്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കാൻ അധികാരപ്പെട്ടവരുടെ കടമയാണ്. അതവർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഴിമതിയും ക്രമക്കേടും നടത്തുന്നവർ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരെയൊക്കെ വെറുതെ വിടണം, അവരിന്മേലൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. ED നടപടി സ്വീകരിക്കും. അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അതിന് നടപടി സ്വീകരിക്കുമ്പോൾ അതിനോട് സഹകരിച്ച് വേണ്ടതെല്ലാം കൊടുക്കണം. കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. അത് ചെയ്താൽ പോരെ. ശരി. എന്തായാലും ഇത്തവണ NDA വലിയ പ്രതീക്ഷയിലാണ്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.